ഹലോ മച്ചാൻസ്. അപ്പോൾ എക്സാം കെമിസ്ട്രിക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കെമിസ്ട്രിക്ക് എല്ലാ ചാപ്റ്ററിനും ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട പോയിന്റുകൾ, അതുപോലെ ഉറപ്പായും ജയിക്കാൻ വേണ്ട കാര്യങ്ങൾ, ഇത് ഷുവർ പാസ് നോട്ട്സാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ജയിക്കാനും പിന്നെ അത്യാവശ്യം നല്ല മാർക്കിലെത്താനും വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഓരോ പാഠത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതായത് ഇത് പഠിച്ചാൽ ജയിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നോട്ട് എന്ന് പറയുന്നത് ഷുവർ പാസ് നോട്ട്സ് ആണ്. അതിൽ ആകെ 2 പേജൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ചാപ്റ്റർ, ചിലതൊക്കെ 5 പേജ് ഉണ്ടാവും. അത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അത് പഠിച്ചിട്ട് ഇപ്പോൾ എല്ലാ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യം അറിയണമെന്നുണ്ടാവില്ല, പക്ഷേ അത് ഇന്ന പാടാണ്, ഇന്ന ടോപ്പിക്കാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ജയിക്കാൻ പറ്റും. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ സൊല്യൂഷനിലേക്ക് കിടക്കാം. സൊല്യൂഷൻ ചാപ്റ്റർ വരികയാണെങ്കിൽ ഇത് വെയിറ്റേജിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കെമിസ്ട്രിൻ്റെ കാര്യത്തിൽ വെയിറ്റേജൊക്കെ ഏതാണ്ട് എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സൊല്യൂഷനിലേക്ക് വരാം. ഇതാദ്യത്തെ പാടാണ്, അതുകൊണ്ട് അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടാവും, പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു പാഠമാണ്. അപ്പോൾ അതിൽ തന്നെ ഇങ്ങനത്തെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് കുറച്ചുള്ള. അതൊന്ന് മൊളാരിറ്റി, പിന്നെ മൊളാലിറ്റി, പിന്നെ മോൾ ഫ്രാക്ഷൻ. ഇതാണ് 3 പ്രധാനമായിട്ട് ജയിക്കാൻ വേണ്ടി പഠിച്ചിരിക്കേണ്ടത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് കോൾഡ് മൊളാരിറ്റി. അപ്പോൾ അങ്ങനത്തെ ഡെഫിനിഷൻ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാൻ സാധനം. പക്ഷേ പ്രോബ്ലംസ് ഇപ്പോൾ എക്സാം എഴുതുന്ന പ്രോബ്ലംസ് അധികം ചെയ്യാൻ ഞാൻ പറയില്ല. എന്നാലും ഈ ഡെഫിനിഷൻ ഒന്ന് പഠിച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷനെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം, അതേ സംഭവമാണ് ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ എഴുതുക. എന്താണ് മൊളാരിറ്റി, ക്യാപിറ്റൽ എം എന്ന് വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കുക. അല്ലെങ്കിൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, പറയാൻ മറന്നു. പിന്നെ ഈ വീഡിയോ കാണുന്നത് 1.2x-ലോ 5x-ലൊന്നും പോലെ 1.5-ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ഇത് എഴുതി വരുമ്പോഴേക്കൊക്കെ മെല്ലായിരിക്കും. അതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ടു തീർക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടാൽ മതി, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണെങ്കിൽ, ഇവിടെ വോളിയായിരുന്നു, അത് മാറ്റി മാസ് ആക്കുകയാണെങ്കിൽ അത് മൊളാലിറ്റി ആവും. ചെറിയൊരു വ്യത്യാസം, ഇവിടെ എല്ലുണ്ട്, ഇവിടെ ആറുണ്ട്. അതുപോലെ ഇവിടെ വോളിയാവും, ഇവിടെ മാസാവും. അത് മാറിപ്പോരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൊളാരിറ്റി കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷനും ലിറ്റ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ തന്നെ എഴുതി കൊടുക്കുക. അപ്പോൾ മാർക്ക് വീണോളും. ഒരെണ്ണത്തിന് 4 മാർക്കാണ്, ഒരു മാർക്കിന് വീണോളും. അങ്ങനെ ചെറിയ ചെറിയ മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഒരു പോയിന്റ് ഉണ്ട്, അതായത് കോൺസെൻട്രേഷൻ ടൈം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ മൊളാരിറ്റിയാണ്. അതായത് മൊളാരിറ്റിയിൽ നമുക്ക് നോക്കിയാൽ വോളിയാണ്. അപ്പോൾ വോളിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വോളിയം ഈ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും. അപ്പോൾ മൊളാരിറ്റി ആകമൊത്തം ഇവിടെ ഡിപ്പെൻഡൻസ് വന്നുകൊണ്ട് മൊളാരിറ്റി ആകമൊത്തം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ മൊളാലിറ്റി അങ്ങനെയല്ല. മൊളാലിറ്റിക്ക് മാസ്സാണ്. മാസ് എത്ര ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ മാസിലൊരു വ്യത്യാസം വരില്ല. അപ്പോൾ മൊളാലിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇത് വൺ വേർഡിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, കോൺസെൻട്രേഷൻ ടേം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊളാരിറ്റി എന്ന് എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യാത്ത ചോദിക്കുന്നെങ്കിൽ മൊളാലിറ്റി എന്ന് എഴുതാം. മനസ്സിലായല്ലോ. ഇനി മോൾ ഫ്രാക്ഷനിലേക്ക് വരാം. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഉറപ്പായി ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതെന്താ സംഭവം എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതായിരിക്കും നല്ലത്. നമ്പർ ഓഫ് മോൾസ് ഇൻ സൊല്യൂട്ട് കണ്ടുപിടിക്കേണ്ടത് ആരുടെ മോൾ ഫ്രാക്ഷൻ ആണോ അവരുടെ എത്ര മോളുകൾ ഉണ്ട് എന്ന് ചിലപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അത് തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, എന്നിട്ട് ഈസി ആയിട്ട് ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ പെട്ടെന്ന് ഹരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവം കൂട്ടി. ഇനി യൂണിറ്റ് ഒന്നുമില്ല, ഇതിനൊന്നിനും യൂണിറ്റ് ഇല്ല. അല്ല, ഇതിനൊക്കെ യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഈ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന് യൂണിറ്റേ ഇല്ല. അപ്പോൾ അത് വെറുതെ എഴുതി കൊടുത്താൽ മതി. മോൾ ഫ്രാക്ഷൻ ഈ ഒരു എക്സ് ഒരുമാതിരി ഷേപ്പിലായ സിമ്പിൾ ഉണ്ടാകും സൂചിപ്പിക്കുക. അത് കൈ എന്നാണ് പറയുക, കൈ. ഓക്കെ, ഇനി ഹെൻറീസ് ലോയിലേക്ക് വരാം. ഹെൻറീസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പഠിച്ചൊരു സംഭവമാണ്. അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ച് കഴിഞ്ഞാൽ സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ, അതായത് പ്രഷർ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുന്നതിൻ്റെ അളവ് കൂടും. ഫോർ എക്സാമ്പിൾ പറയുന്നത് സോഡ മേക്ക് അങ്ങനത്തെ ഫാക്ടറി കണ്ടിട്ടില്ല. അവിടെ എന്ന് പറയുന്നത് കുപ്പിയിലേക്ക് ഹൈ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡ് അടിച്ച് കയറ്റിയിട്ട് ഇങ്ങനെ ഹൈ പ്രഷറിൽ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറും പച്ച വെള്ളത്തിലേക്ക് ഈ സംഭവം എന്താവും, ലയിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് സോഡ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ കൂടുതൽ നന്നായിട്ട് ലയിക്കും. ഒറ്റ കാര്യമാണ് ഇതിൽ പറയുന്നത്. അതായത് പ്രഷർ ഇൻഫിനിറ്റി എന്നൊക്കെ കൊടുത്തത് ഇതാട്ടോ. എന്നിട്ട് എന്താണ് ഡിപ്പെൻഡൻസിൻ്റെ സിമ്പിൾ. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ല കൈ ആണ്. മനസ്സിലല്ലോ. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. സോലിബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോലിബിലിറ്റി എന്ന് എഴുതാൻ പറ്റില്ലല്ലോ, അതൊരു യൂണിറ്റോ ഇങ്ങനത്തെ സംഭവമല്ലല്ലോ. അപ്പോൾ കോൺസെൻട്രേഷൻ ടേം വെക്കുമ്പോൾ മോൾ ഫ്രാക്ഷൻ ആക്കും. പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സോലിബിലിറ്റി എന്ന് പറയാം. ഇനി ഈ ഒരു ഡിപ്പെൻഡൻസ്, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ മാറ്റണമെങ്കിൽ അവിടെ ഒരു KH എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് വാല്യൂ ഒന്നും പഠിക്കേണ്ട, ഓരോന്നായിരിക്കും. അതുകൊണ്ട് അതൊന്നും പഠിക്കേണ്ട. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് ഓർക്കുക. KH എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ ഈക്വൽ ടു KH കൈ. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതൊക്കെ ആദ്യം നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അറിയണ്ടാവും. ഇനി പഠിക്കാനുള്ള ഹെൻറീസ് ലോയിൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തീർച്ചയായും പഠിച്ചു വെക്കുക. ഇത് എന്തായാലും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്ന്, ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്. അത് ഏതാണെങ്കിലും അതിലൊക്കെ ഈ കാർബൺ ഡയോക്സൈഡ് ഇറങ്ങിയിട്ടുണ്ടാവും. അത് കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടായി വരുന്നത്.
അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ ഹെൻറിസ് ലോൻ്റെ ആപ്ലിക്കേഷൻ ആണല്ലോ അത്. പ്രഷർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കൂടുന്നു. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ടു അവോയ്ഡ് ബെൻസ് ഇൻ സ്കൂബ ഡൈവേഴ്സ്, അതായത് ഇത്ര ഓർത്താൽ മതി. ഈ കടലിൽ പോകുന്ന സ്കൂബ ഡൈവേഴ്സ് ഉണ്ടല്ലോ, കടലിൻ്റെ അടിയിൽ, അവരുടെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ടാങ്ക് ഉണ്ടല്ലോ. അതൊന്നും എഴുതി വെക്കല്ല, ഞാൻ പറയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഓക്സിജൻ മാത്രമല്ല ഉണ്ടാവുക, കൂടുതൽ നൈട്രജനും ഹീലിയം പോലുള്ള ഗ്യാസൊക്കെ ഉണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കടലിൻ്റെ അടിയിലേക്കൊക്കെ പോകുമ്പോൾ, കടലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ തീരത്ത് കാണുന്ന പോലെയല്ലോ, അടിയിലേക്ക് പോകുമ്പോൾ പ്രഷർ വല്ലാണ്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ പ്രഷർ അങ്ങനെ കൂടുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ സോലിബിലിറ്റിയും കൂടും. അതാണല്ലോ ഹെൻറിസ് ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നൈട്രജനും ഹീലിയം ഒക്കെ എന്താവും, നമ്മളെ ബ്ലഡിൽ ലയിക്കാൻ തുടങ്ങും. അതോടെ ഈ ബെൻസ് എന്ന് പറഞ്ഞാൽ, അല്ലാണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ വളഞ്ഞു പോകുന്ന അവസ്ഥയൊന്നുമില്ല, ബെൻഡ് എന്ന് പറഞ്ഞൊരു രോഗം വരും. ഓക്കെ, ഡീപ് സീ സിക്നസ് എന്നൊക്കെ ഞാൻ പറയാനുണ്ട്. ഓക്കെ, ഇത് എന്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഹെൻറിസ് ലോ. വൺ വേർഡ് ചോദിച്ചാൽ അത് എഴുതണേ, മറക്കരുത്. പിന്നെ അടുത്താണ് അനോക്സിയ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. അതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ മലമുകളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, നല്ല ഉയരങ്ങളിൽ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഉയരം കൂടുന്തോറും പ്രഷർ കുറയുന്നതാണ് പറയുക. ബഹിരാകാശത്തിൻ്റെ അടുത്തെത്തും തോറും പ്രഷർ കുറയും, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പ്രഷർ കുറയുന്ന കാരണം സോലിബിലിറ്റിയും കുറയും. അപ്പോൾ സോലിബിലിറ്റി കുറയുന്നതിൻ്റെ പ്രശ്നം എന്താ, അവിടുത്തെ നമുക്ക് ഓക്സിജൻ വേണമല്ലോ, ശ്വസിക്കുന്ന ഓക്സിജൻ ബ്ലഡിൽ ലയിക്കുമ്പോഴാണല്ലോ നമുക്ക് ആലോചിക്കാനോ ഓരോ പ്രവർത്തനം ചെയ്യാൻ കഴിയുക. അത് കഴിയൂല, കാരണം അവിടെ ഇത് പ്രഷർ കുറഞ്ഞതുകൊണ്ട് അധികം ഓക്സിജൻ ലയിക്കാണ്ടാവും. അതോടെ നമുക്ക് മര്യാദയ്ക്ക് ആലോചിക്കാൻ പോലും പറ്റാണ്ടാവും. ആലോചിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അനേബിൾ ടു തിങ്ക് ക്ലിയർലി. അതാണ് അനോക്സിയ എന്ന് പറഞ്ഞ രോഗാവസ്ഥ. ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ആൾക്കാർക്ക് മാത്രം പിടിക്കുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഇത് മൂന്നാണ് ആപ്ലിക്കേഷൻ. ഇത് മൂന്നും ഉറപ്പായും പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി റാവൾസ് ലോയിലേക്ക് വരാം. റാവൾസ് ലോ എന്ന് പറയുന്നത് ഹെൻറിസ് ലോയിനെ പോലെ തന്നെയുള്ളൊരു സംഭവമാണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വോളറ്റൈൽ ലിക്വിഡ്, അതൊന്നും മനസ്സിലാക്കണില്ല. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ആവിയായി പോകുന്ന ലിക്വിഡ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ. ഒന്നുമില്ല, അത് തന്നെ. അതായത് കമ്പോണൻസ് ടെമ്പറേച്ചർ സെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് മോൾ ഫ്രാക്ഷനോട്. സംഭവം തന്നെ മറ്റേത് അതുപോലെ തന്നെയല്ലായിരുന്നു. ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നൊരു ടേം വരുന്നുണ്ട്. എന്താണ് ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കണ്ടെയ്നർ ഞാൻ എടുത്തു, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതാക്കി. അപ്പോൾ ആ സംഭവത്തിന് ഞാൻ അടച്ചു വെക്കാമെന്ന് വിചാരിച്ചോ. ഒരു കണ്ടെയ്നർ എടുത്തിട്ട് ആ സംഭവം അടച്ചു വെച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എന്തായി പോകും, ആവിയാവാൻ തുടങ്ങും. എന്നിട്ട് ആവിയായിട്ട് ഒരു പ്രഷർ ഇതിൻ്റെ സർഫസിലേക്ക് തന്നെ ഒരു പ്രഷർ ഉണ്ടാക്കാൻ തുടങ്ങും. സോഡ ഒക്കെ പൊട്ടിക്കുമ്പോൾ ഒരു പ്രഷർ ഉണ്ടാവില്ലേ, അതുപോലത്തെ പ്രഷർ ഇതിൽ ചെറിയ പ്രഷർ കൊടുക്കാൻ തുടങ്ങും. അതിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരെണ്ണം, ഇതിപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡാണെന്ന് വിചാരിച്ചോ, എ എന്ന് പറഞ്ഞ ലിക്വിഡ്. അപ്പോൾ ഞാൻ ആ സംഭവത്തിന് അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവും, അതിനെ ഞാൻ പി എ എന്ന് പറയുന്നു. പി എ ഇത് പാർഷ്യൽ വേപ്പർ പ്രഷറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പി എ നോട്ട് സൈസ് കുറച്ച് കുറയ്ക്കാം. പി എ നോട്ട് എന്ന് പറയുന്നത് കുഴപ്പമില്ല, കുറേടാ. പി എ നോട്ട് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പി എ എഴുതാൻ മേലെ ഒരു 0 ഇടുക. സോറി, മോട്ടർ നിറഞ്ഞൊഴുകി അതിന് പോയതാണ്. ഓക്കെ, ബാക്കി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നർ, ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ഞാൻ വേറെ എടുത്തു. അയ്യോ, ബ്രഷ് മാറിപ്പോയി. ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ഞാൻ വേറെ എടുത്തു. ആ കണ്ടെയ്നറിൽ ഞാൻ ബി എന്ന് പറഞ്ഞൊരു ലിക്വിഡ് നിറച്ചു എന്ന് വിചാരിച്ചോ. വേറെ ലിക്വിഡാ, യോ യെസ്. അപ്പോൾ ബി എന്ന് പറഞ്ഞൊരു ലിക്വിഡ് നിറച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മൂടിയും വെച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിന് എനിക്ക് എന്ത് പറയാം, പി ബി എന്ന് പറഞ്ഞൂടെ. പി ബി നോട്ട് എന്ന് പറയാം. ഈ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പ്യുവർ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ഓക്കെ 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 അപ്പോൾ പ്യൂർ അവസ്ഥയെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ രണ്ട് സംഭവം എടുത്തിട്ട് ഒരൊറ്റ വലിയ കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുകയാണ്. വലിയ കണ്ടെയ്നർ. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ അതൊരു സൊല്യൂഷൻ ആയിട്ടുണ്ടാകും. കാരണം A+B, അതായത് എ എന്ന് പറഞ്ഞ ലിക്വിഡും ബി എന്ന് പറഞ്ഞ ലിക്വിഡും കൂടിയിട്ടുള്ള A+B എന്നുള്ള, ഞാൻ എഴുതുന്നില്ല, മനസ്സിലായല്ലോ. A+B എന്നുള്ളൊരു സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇത് രണ്ടിൻ്റെയും കൂടി പ്രഷർ ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിൽ ഞാനിത് രണ്ടും നിറച്ചു, എന്നിട്ട് ഒരു കണ്ടെയ്നർ വെച്ച് മൂടിയും വെച്ചു എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൽ നല്ല തോതിൽ ഒന്ന് തന്നെ നന്നായിട്ട് ചെലുത്തുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവും. അതാണ് PA + PB എന്ന് പറയുന്ന ടോട്ടൽ പ്രഷർ. പക്ഷേ അവിടെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരും ചെലുത്തുന്ന പ്രഷറാണ് റാവൾസ് ലോ വെച്ച് പറയുന്നത്. PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Ka. അതായത് ഈ സംഭവം ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു മോൾ ഫ്രാക്ഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ചെയ്യുമ്പോൾ ഒരു മോൾ ഫ്രാക്ഷൻ കിട്ടും. ആ മോൾ ഫ്രാക്ഷൻ PAൻ്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും അത് ചെലുത്തുന്ന പ്രഷർ. അതുപോലെ മറ്റേതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും അത് ചെലുത്തുന്ന പ്രഷർ. ഇതിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും ഇത് പ്യുവർ അതിൻ്റെ ഇത് അതായത് എന്താ മോൾ ഫ്രാക്ഷൻ അതിനോട് ചെലുത്തുന്ന പ്രഷർ എന്ന് പറയും. മോൾ ഫ്രാക്ഷൻ കാരണം അതിൽ കൂടുതൽ പ്രഷർ ഉണ്ടാവും.
അപ്പോൾ ഓരോന്നും അതിനായിട്ട് പ്രൊപ്പോർഷൻ ആണെന്നാണ് പറയുന്നത്. സംഭവം അത്രയേ ഉള്ളൂ. ഈ പ്രൊപ്പോർഷൻ മാറ്റാൻ അവിടെ പി എ നോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇത് രണ്ടും മിക്സ് ആക്കുമ്പോൾ കിട്ടുന്ന പി എ എന്ന് പറഞ്ഞ പ്രഷർ, എ മാത്രം ഉണ്ടാക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് പി എ നോട്ട്, അതായത് പ്യുവർ അവസ്ഥയിൽ ഉണ്ടായിരുന്നപ്പോൾ അതുണ്ടാക്കുന്ന പ്രഷർ ഗുണിക്കണം അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ദാറ്റ് ലിക്വിഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രം ഉണ്ടാക്കുന്ന പ്രഷർ കിട്ടും. പിന്നെ പി ബി ആണെങ്കിൽ പി ബി ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന പി ബി നോട്ട് പ്രഷർ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ചെയ്യാം. അപ്പോൾ പി ബി കിട്ടും. ഇനി ഈ പി എ പ്ലസ് പി ബി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ടോട്ടൽ കിട്ടും. അതായത് ടോട്ടൽ ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന മർദ്ദം, പ്രഷർ. അത്രയേ ഉള്ളൂ റാവൾസ് ലോ പറയുന്നത്. ഈ സംഭവം ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ പഠിച്ചു വെക്കുക. പിന്നെ ഈ ഒരു സംഭവം ഇത് ജസ്റ്റ് ഈ ഒരു ഇത്രയെങ്കിലും എഴുതാൻ പഠിച്ചു വെക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാനതിൽ മാർക്ക് തരാം. അത്രയും ഭാഗം എന്തായാലും എഴുതാൻ പഠിച്ചു വെക്കുക. എന്താണെന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ സംഭവം റാവൾസ് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കിന് കിട്ടും. ഇത് പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഐഡിയൽ സൊല്യൂഷനിലേക്ക് വരാം. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ റാവൾസ് ലോ ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനത്തെ സംഭവിക്കുന്നു. ഈ റാവൾസ് ലോ ഒബേ ചെയ്യുന്ന ലിക്വിഡ് അല്ലെങ്കിൽ അത് രണ്ട് ലിക്വിഡ് ചേർക്കുമ്പോൾ അത് ഒബേ ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണോ അതിനെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അതിനടുത്ത് എന്താ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ ഉണ്ടോയെന്നാണോ? അതെ, കൂടുതലും ഒബേ ചെയ്യാത്ത സൊല്യൂഷനാണല്ലേ. ഒബേ ചെയ്യുന്ന വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ വി മിക്സിങ് 0 എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എന്ന് പറഞ്ഞ അർത്ഥം ചേഞ്ച് എന്നാണ്. ചേഞ്ച് ഓഫ് വോളിയം. ഈ വി വെലോസിറ്റി ഒന്നുമില്ലേ, ഇത് വോളിയാണ്. വോളി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഒരു വ്യാപ്തം ഇതിൻ്റെ ഒരു വ്യാപ്തം ഉണ്ടാവില്ല. അത് കൂട്ടിച്ചേർക്കുമ്പോൾ വേറെ വ്യാപ്തം ഉണ്ടാവില്ല. ആ ഒരു വ്യാപ്തമാണ് ഈ ഡെൽറ്റ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിഫോർ മിക്സിങ് ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വ്യാപ്തം ഉണ്ടായിരുന്നോ, വോളി ഉണ്ടായിരുന്നോ, അത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്ര വോളി ഉണ്ടോ അത് രണ്ടും സെയിം ആണെങ്കിൽ ഇത് 0 ആയിരിക്കും. കാരണം ചേഞ്ച് ഓഫ് വി അല്ലേ വെച്ച്, ചേഞ്ച് ഇല്ല, അപ്പോൾ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോയെന്ന്. ഉണ്ടാവും. ചിലപ്പോൾ ഇത് 20 ml ആണെന്ന് വിചാരിച്ചു. ചിലതിൽ ഇത് 20 ml, ഇതും 20 ml. അത് ചേർത്ത് കഴിഞ്ഞാൽ 40 ml കിട്ടേണ്ടത് നമുക്കറിയാം. ചിലപ്പോൾ 41 കിട്ടുന്ന കേസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 41-39 കിട്ടുന്ന കേസ് ഉണ്ടാവാം, കുറഞ്ഞു വന്ന കേസ് ഉണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ വരും ഇതിൽ. അങ്ങനത്തെ വരാത്ത സംഭവത്തിനാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. കാരണം മിക്സ് ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള വോളിയം ചേഞ്ച് ഉണ്ടാവില്ല. ഡെൽറ്റ എച്ച് മിക്സും 0 എന്നാണ് പറയാം. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് അതിൻ്റെ എന്തായാലും എനർജിയാണ്, സിമ്പിളി എനർജിയാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൂടോ തണുപ്പോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതും 0 എന്ന് പറയും. ഇങ്ങനെ സംഭവമാണ് ഐഡിയൽ സൊല്യൂഷൻ. വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ് ഇത്. അതുപോലെ വരാൻ നല്ല സാധ്യതയുണ്ട്. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ പറയാമെന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ എന്താ പറയുക? ക്ലോറോ ഈതേൻ, ബ്രോമോ ഈതേൻ, അല്ലെ ബെൻസീൻ, ടോളുവീൻ. ഇതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് വൺ വേർഡ് ആയിട്ടാണ് ചോദിക്കുന്നത് വിചാരിച്ചോ ഫസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് വരുമല്ലോ, 4 ഓപ്ഷനിലൊന്നാണല്ലോ പറയുക. അപ്പോൾ അതിൽ ഐഡിയൽ സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേപോലെ പേരിന് സാദൃശ്യമുള്ളവരെ എടുക്കുക. ക്ലോറോ ഈതേൻ, ബ്രോമോ ഈതേൻ, കണ്ടില്ലേ പേരിൽ സാദൃശ്യമില്ലേ? ബെൻസീൻ, ടോളുവീൻ പേരിൽ സാദൃശ്യമില്ലേ? അങ്ങനത്തെ സംഭവം. ക്ലോറോ ബെൻസീനോ അങ്ങനെ എന്തോ സംഭവങ്ങളുണ്ട്. ക്ലോറോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ സംഭവം പേര് സാദൃശ്യമുള്ളത് ഉറപ്പായ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പിക്ക് ചെയ്യാം. അപ്പോൾ പേരിന് സാദൃശ്യമില്ലാത്തത് എന്തായിരിക്കും? നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും. അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫ് വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കണം. ഒരു ഗ്രാഫാണ് ഉള്ളത്. ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ഒരു രണ്ട് സൈഡിലും ഇതിലൊരു കണ്ടെയ്നർ പോലെ തന്നെ വരയ്ക്കുക. ഇത് കണ്ടെയ്നർ ഒന്നുമല്ലേ, ഗ്രാഫാണ്. സാധാരണ നമ്മൾ ഇത്രേ വരയ്ക്കുള്ളൂ. ഇപ്പോൾ ഒന്നുകൂടി അവിടെ വരയ്ക്കുക. എന്നിട്ട് ഇനിഷ്യലി ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ, അതായത് രണ്ട് സംഭവം ചേർക്കുമല്ലോ, അതിൻ്റെ ഒരെണ്ണം എ ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ആദ്യം 0 ആണ്. അത് ഞാൻ ചേർത്തിട്ടില്ല, അതാണല്ലോ അതിനർത്ഥം. അതിന് സോലിബിലിറ്റി, അതായത് മോൾ ഫ്രാക്ഷൻ 0 എന്ന് പറഞ്ഞാൽ അത് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ മെല്ലെ ചേർത്ത് വരുന്നു. പിന്നെ ഞാൻ ആദ്യം പറയാൻ വിട്ടത് മോൾ ഫ്രാക്ഷന് വരാൻ കഴിയുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 0 to 1 അതിന് വരാൻ കഴിയുള്ളൂ. 0 ആവാം, 0.5 ആവാം, 1 ആവാം. അതിന് മേലോട്ട് പോകാൻ പറ്റില്ല, അതിൽ താഴോട്ടും പോകാൻ പറ്റില്ല. 0 വരെ മാക്സിമം പുറകോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി കൈ എ തന്നെ എടുത്തു. അതായത് ഈ സംഭവം തന്നെ ആദ്യം 0 ആയ സംഭവം മെല്ലെ ഇവിടെ എത്തിയപ്പോഴേക്ക് 1 ആയി, മാക്സിമം അടിച്ചു. അപ്പോൾ പീക്ക് അടിക്കുന്ന ഈ ഒരു സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രാഫ്, ഇതിൻ്റെ പ്രഷറാണ് ഈ കാണിക്കുന്നത്. ഞാനത് പറയാൻ പറഞ്ഞത്. ഇവിടെ ഞാൻ കാണിക്കുന്നത് മോൾ ഫ്രാക്ഷനാണ്, ഈ ഒരു ഭാഗത്ത് കാണിക്കുന്നത്. ഇവിടെ കാണിക്കുന്നത് പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് ആദ്യം 0 ആണ്, 1. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. 0 തുടങ്ങി ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും, ഇവിടെ വരെ എത്തും. ഓക്കെ, ഗ്രാഫ് നേരെ വരയ്ക്കണേ, വളഞ്ഞു പോയി. നേരെ തന്നെ വരച്ചേക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഇതിനെന്താണ്? കൈ എ ആണല്ലോ വരച്ചത്. എൻ്റെ ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? പി എ ആയിരിക്കും. പ്രഷർ ഓഫ് എ ആണ് ഈ ഒരു നീല നിറത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കളർ ഇതാക്കിയ കുഴപ്പമുണ്ടോ? എന്നാൽ കളർ മാറ്റിത്തരാം. ഓക്കെ, അപ്പോൾ അതാണ് പി ബി. ഇനി ഞാൻ ഇതേ സമയത്ത് അടുത്തൊരു സാധനം കൂടി എഴുതാം. കൈ ബി, അതായത് 2 ചേർത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 2 ചേർക്കുന്നതിൽ ഒരെണ്ണം ആദ്യം ഇനിഷ്യലി 0 ആയിരിക്കും, അതായത് ചേർത്തിട്ടില്ല. അപ്പോൾ 1 ചേർത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? മറ്റേത് മാക്സിമം ചേർത്തിട്ടുണ്ട് എന്നാണല്ലോ. അപ്പോൾ കൈ ബി 1.
എന്നിട്ട് മെല്ലെ എന്താവും, ഇത് കൂടി വരികയാണെങ്കിൽ ഇത് കുറഞ്ഞു വരും. അപ്പോൾ കൈ ബി ഇവിടെ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒയ്യോ, ഓക്കെ, കൈ ബി 0 ആയിരിക്കും. 1 നിന്ന് 0ലേക്ക് വരും. അപ്പോൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനുള്ളൂ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുന്നു. ഇത് കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും? കുറഞ്ഞു വരും. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയമുണ്ട് ഇത് രണ്ടും ഒരേ ലൈനിൽ തന്നെ വേണമെന്ന്. ഒരു നിർബന്ധമില്ല. കുറച്ച് താഴെയാണെങ്കിൽ കുഴപ്പമില്ല. കൂടുതലും അങ്ങനെ താഴെയുള്ളതാണ് കണ്ടിട്ടില്ല. ഇതൊക്കെ നേരെയാണ്, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇത് അപ്പോൾ എന്തായിരിക്കും? ഇത് പി ബി ആയിരിക്കും, പ്രഷർ ഓഫ് ബി. ഇത് ഇങ്ങനെ എടുത്തു വരാൻ കാരണം വെച്ചാൽ ഇത് ഉറപ്പായും നല്ല ചാൻസ് ഉണ്ട് വരാൻ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് പഠിക്കണം. പ്രഷർ ഓഫ് ബി, അയ്യോ ഇത് പ്രഷർ ഓഫ് ബി എന്നാണ് ഞാൻ എഴുതില്ലേ. സെക്കൻഡ്, ഇതേ ആണ്. ഓക്കെ, പ്രഷർ ഓഫ് എ ആണ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏതൊരു പൊസിഷനിലും മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് പി എയും പി ബിയും കൂടി ചേർന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ രണ്ട് സ്ഥലത്തിൽ മാക്സിമം പ്രഷർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂട്ടിയതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വര വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ടോട്ടൽ പ്രഷറിനെയാണ്, ആ സ്ഥലത്തുള്ള ടോട്ടൽ പ്രഷറിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരു വരയും കൂടി വരയ്ക്കുക. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയി. അയ്യോ, സെക്കൻഡ്. ഓക്കെ, നിന്നു. ഇതാണ് എന്ത് സൂചിപ്പിക്കുന്നത്? പി ടോട്ടൽ. അതെന്താ? പി ടി അല്ലെ പി എന്ന് എഴുതിയാൽ മതി. വെറും പി ടോട്ടൽ ഒരു സംഭവത്തിന് ഇത്ര പ്രഷർ വരും അത്. ഇനി അത് ഞാൻ മര്യാദയ്ക്ക് ഇതിൽ കാണിച്ചു തരാം. അതായത് എക്സ് കൈ എ 1 to കൈ എ 0 ഇത് അവർ തിരിച്ചാൽ കൊടുത്ത് ഒരു പ്രശ്നമില്ല. എങ്ങനെ കൊടുത്താലും അതിൻ്റെ മാക്സിമം ആയിരിക്കണം. അതായത് ഇവിടെ ഇത് പി എ എന്ന് പറയുന്നത് ഇതായിരിക്കും, പി ബി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. വരയ്ക്കുന്ന സംഭവത്തിന് നേരെ തന്നെ അത് കൊടുക്കണം. എന്നിട്ട് ടോട്ടൽ എന്ന് പറയുന്നത് ഇത് പി ബി അല്ലെ പി ടോട്ടൽ പി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുകയും വേണം. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് വരാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതിപ്പോൾ വോളിയം ചേഞ്ച് ഉണ്ടാവില്ല, ഡെൽറ്റ എച്ച് 0 ആയിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഇനി അതല്ലാത്ത കേസ്, വോളിയം മിക്സ് ചെയ്യുമ്പോൾ ഇത് ഹാഷ് ഒന്നുമല്ല, നോട്ട് ഈക്വൽ ടു ഉദ്ദേശിച്ച് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, അതായത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ അല്ലെ കുറച്ച് വോളിയം കാണിക്കുന്ന സംഭവങ്ങൾ. അതുപോലെ ഡെൽറ്റ എച്ച് മിക്സ്, ചിലപ്പോൾ ഹീറ്റ് പുറത്തു വിടും, ചിലപ്പോൾ ഹീറ്റ് അബ്സോർവ് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങൾ. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹാവിങ് പോസിറ്റീവ് ഡീവിയേഷൻ, അത് ഒരു കേസ്. ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ 2 ഉണ്ട്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. ഈ 2 എക്സാമ്പിൾ ഇതിനും 2 ഇതിനും നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ഉറപ്പായും നോൺ ഐഡിയൽ സൊല്യൂഷൻ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ സൊല്യൂഷൻ ഇതൊക്കെ ചോദിക്കാൻ ആകെ ചാൻസ് ഉള്ള കാര്യങ്ങളുള്ളൂ. ഒന്നെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിൾ, അല്ലെ ഇതിൻ്റെ എക്സാമ്പിൾ, അല്ലെ രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് എന്താ ക്രമമാക്കിയിട്ടൊരു വെട്ടി വരച്ചിട്ട് അത് ഇങ്ങോട്ടും യോജിപ്പിക്കാനുള്ള പോലത്തെ ചോദ്യങ്ങൾ, അങ്ങനത്തെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടെ അങ്ങ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ എ ഇൻട്രാക്ഷൻ, ബി ബി ഇൻട്രാക്ഷൻ, അങ്ങനത്തെ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അത് നോക്കണ്ട. അതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുപോലെ ഇതിലും അങ്ങനത്തെ സംഭവം ശ്രദ്ധിക്കണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. നോൺ ഐഡിയൽ സൊല്യൂഷനാണ് ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ അതെങ്ങനെയാണോ ഐഡിയൽ കണ്ടീഷനിൽ ചെയ്യേണ്ടിയിരുന്നത് അതിൽ നിന്ന് എന്തായിരിക്കും കുറച്ചുകൂടി നല്ല റിസൾട്ട് കാണിക്കും, കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ കാണിക്കും എല്ലാ സൈഡിലും. അതേ ഉള്ളൂ. അതിൻ്റെ ഗ്രാഫ് താഴെ വരുന്നുണ്ട്. ഇതാണ് ഗ്രാഫ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് റാവൾസ് ലോ വെച്ചിട്ട്. പക്ഷേ ഇതാണ് നമുക്ക് കിട്ടിയത്. കൂടുതൽ പ്രഷർ അത് കാണിച്ചു. അതൊരു പോസിറ്റീവ് കാര്യമാണ്, അതുകൊണ്ട് പോസിറ്റീവ് ഡീവിയേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, മറ്റേ സംഭവം എല്ലാം അതുപോലെ, വേറൊരു വ്യത്യാസമില്ല. പി ടോട്ടൽ ആണെങ്കിലും പി എ പി ബി എല്ലാ സംഭവങ്ങളും കൂടും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഞാൻ പറഞ്ഞല്ലോ. നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നോ കാണിക്കേണ്ടിയിരുന്നത് അതിൽ നിന്ന് പുറകോട്ട് കാണിക്കുക, താഴോട്ട് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ എന്താ? ഐഡിയൽ ഗ്രാഫ് വരയ്ക്കുക, അത് ഡോട്ടിട്ട് വരച്ചാൽ. എന്നിട്ട് ഇത് വരയ്ക്കുക, അത് ഇങ്ങനെ വരയ്ക്കണം. അതങ്ങനെ ഇങ്ങനെയൊന്നും വരച്ചില്ലെങ്കിലും സംഭവം കണ്ടാൽ ഒരാൾക്ക് മനസ്സിലായാൽ മതി, അത് ധാരാളം. ഇനി അസിയോട്രോപ്പ് എന്ന് പറയുന്നത് സിംപ്ലി പറയുകയാണെങ്കിൽ അത് ഇത് തന്നെയാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഒരു വേറൊരു പേരെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം ഇതെന്ന് പറയുന്നത് ഇതിന് എല്ലാ സമയത്തും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. അതായത് ഇത് ലിക്വിഡായ സമയത്ത് ഒരു കണ്ടെയ്നർ ലിക്വിഡാക്കി വെച്ചു, ഞാൻ മൂട്ടിൽ തീ എടുത്ത് ചൂടാക്കി, വേപ്പറായി. എന്നാൽ പോലും വേപ്പർ ആവുന്ന സമയത്തും അത് ഒരേ കമ്പോസിഷൻ ആയിരിക്കും, വെള്ളത്തിലായിരിക്കുന്ന സമയത്ത് ഒരേ കമ്പോസിഷൻ ആയിരിക്കും. അതാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വൃത്തികെട്ട ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻ, അത് ഞാൻ മാറ്റിയിട്ട് നോട്ട് തരാം, അപ്പോൾ റെഡി ആയിക്കോളും. ഇനി ഇത് രണ്ട് ടൈപ്പ് ഉണ്ട് മറ്റേ പറയുന്ന പോലെ. കാരണം ഇതിന്ന് ഉണ്ടായി വന്നതാണല്ലോ, ഈ നോൺ ഐഡിയൽ നിന്നുണ്ടായതാണ്. അത് 2 ടൈപ്പ് ഉണ്ടെങ്കിൽ അസിയോട്രോപ്പ് 2 ടൈപ്പിലുണ്ട്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ അത് നമുക്ക് ഇത് വെച്ചിട്ട് നോക്കി പറയാം. ഞാൻ ഒരു ഒറ്റ കൺസെപ്റ്റ് പറഞ്ഞുതരാം. കൂടുതൽ വേപ്പർ പ്രഷർ ഉണ്ടെന്ന് പറയുന്നത് നല്ല സൈനാണ്. കാരണം അവിടെ കുറച്ചുകൂടി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇത് കൂടുതലാവുന്നതിനനുസരിച്ച് അത് വേപ്പറായി, അതായത്
ഇത് എന്താണെന്ന് പറയാ, ബോയിലാവുന്ന കാര്യം കൂടുന്ന പറയാം ഈ സംഭവം കൂടുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇത് ഓൾറെഡി ഇങ്ങനെ പൊന്തിക്കുക, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ചൂട് കൊടുത്തത് കുറച്ചുകൂടി പൊന്തും. അങ്ങനെയാണെങ്കിൽ അതല്ലേ എന്ത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സംഭവമാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അതല്ലേ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് വിചാരിക്കും, പക്ഷേ പോസിറ്റീവ് ഇവിടെ മിനിമം ആയിരിക്കും. മാക്സിമം ബോയിലിംഗ് ആണെങ്കിലോ നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഒന്നുകൂടി പറഞ്ഞുതരാം. പോസിറ്റീവ് എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ചൂട് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ബോയിലിംഗ് നടത്തി കഴിഞ്ഞാൽ അത് തിളച്ച് പോയിക്കോളും, കാരണം അത് ഓൾറെഡി പൊന്തിക്കുകയാണ്. പക്ഷേ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി താന്ന് നിൽക്കുകയാണ്. അപ്പോൾ മാക്സിമം ബോയിലിംഗ് കൊടുക്കണം, കൂടുതൽ ചൂട് കൊടുത്തത് നേരെയാണ്, എന്നിട്ട് പൊന്തണം. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, ഇങ്ങനെ ബോയിലായി പോവുള്ളൂ. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പായി മാറുന്നു. അതൊന്ന് തിരിച്ചങ്ങ് പഠിച്ചാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇതില്ലാണ്ട് ഒരു പരീക്ഷ പേപ്പർ പോയോ? ഞാൻ ഇല്ലല്ലോ, ചാർജ് ഇരുന്നു. ഓക്കെ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇല്ലാത്തൊരു സംഭവം ഒരിക്കലും വരില്ല, ഉറപ്പായുള്ള കാര്യം. അത് പരീക്ഷയ്ക്ക് ഉണ്ടാകാത്ത ഒരു പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അത് 4 പോയിന്റ് ഉണ്ട്. അതിന് മുമ്പ് എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടീസ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതായത് ഒരു കണ്ടെയ്നറിൽ കുറേ വെള്ളം, പ്യുവർ സൊല്യൂഷൻ, ആ പ്യുവർ സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് പൊടികളോ എന്തെങ്കിലുമൊക്കെ ഇടുക എന്ന് വിചാരിച്ചു, സൊല്യൂട്ട്. അപ്പോൾ എന്താവും, അതിന് ചെറിയ പ്രോപ്പർട്ടീസ് ഒക്കെ വരും. അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് പറയുന്നത് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എന്ത് ഇടുന്നു എന്ന് കുഴപ്പമില്ല. അതായത് ഉപ്പാണ് ഇടുന്നത്, പഞ്ചാരയാണോ ഇടുന്നത്, വേറെ വല്ലതും ആണ് ഇടുന്നതെന്ന് ഒരു കുഴപ്പമില്ല. എത്ര പാർട്ടിക്കിൾ ഇടുന്നു, കുറേ പൊടി ഇട്ടാൽ ഇത്രയും സ്വഭാവം, കുറച്ച് പൊടി ഇട്ടാൽ കുറച്ച് സ്വഭാവം, അങ്ങനെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സംഭവമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അത് 4 ടൈപ്പ് ഉണ്ട് ആ പ്രോപ്പർട്ടീസ്. ഒന്നെന്ന് പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇത്ര അർത്ഥം മതി, ഒരു പ്യൂർ ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, അതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ എന്തൊക്കെയോ ഇട്ടു. നോൺ വോളറ്റൈൽ സൊല്യൂഷൻ എന്ന് പറയുക, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുക. കാരണം അത് വേപ്പറായി പോകില്ല. കാരണം എനിക്കറിയാലോ, ഉപ്പ് ചേർത്ത് വെച്ചു, അപ്പോൾ ഉപ്പുള്ളായി. ഇത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേപ്പറായി പോകും. ഉപ്പ് വേപ്പറാവില്ല, വെള്ളം മാത്രമേ വേപ്പറാവുള്ളൂ. ഉപ്പ് അവസാനം ഇങ്ങനെ അടിഞ്ഞുവിടുണ്ടാവും. അങ്ങനത്തെ സംഭവത്തിനാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അത് ചേർക്കുമ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷറിൽ ഒരു കുറവ് സംഭവിക്കും. കാരണം പ്യൂർ ആയിരിക്കുന്ന സമയത്ത് പ്യൂർ ആയിരുന്നു ചോദിച്ചു, അപ്പോൾ ഗ്രാഫ് എന്താവും, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ. പക്ഷേ ഇതിലേക്ക് ഞാൻ കുറേ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ചേർത്തു. ഇമ്പ്യൂരിറ്റീസ് പറഞ്ഞാൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അത് ചേർക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, വേപ്പർ പ്രഷർ അത് കുറയും. അത്രയേ ഉള്ളൂ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇനി എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ വെള്ളം എടുത്തിട്ട് ഞാൻ തിളപ്പിക്കുക. അപ്പോൾ 100 ഡിഗ്രി ആകുമ്പോൾ അതെന്താവും, തിളയ്ക്കാൻ തുടങ്ങും. പക്ഷേ ഞാൻ ഇതേപോലെ വേറൊരു വെള്ളം എടുത്തു, അതിൽ കുറച്ച് ഉപ്പ് വിതറി, അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വിതറി, എന്നിട്ട് ഞാൻ ചൂടാക്കുകയാണെങ്കിൽ അത് 100 ഡിഗ്രി തിളക്കില്ല, ചിലപ്പോൾ 101 ഡിഗ്രിയിലേക്ക് തിളയ്ക്കാം. അതായത് ടെമ്പറേച്ചർ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് ഡിഗ്രിയാണുള്ളത് അതൊന്ന് കൂടി, അതിനെയാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ തണുത്ത രാജ്യത്തൊക്കെ കടൽ തീരത്താണെങ്കിൽ ഇതുണ്ടാവില്ല, എന്താ ജലാശയങ്ങൾ, അതൊക്കെ പെട്ടെന്ന് എന്താവും, ഉറയ്ക്കാൻ തുടങ്ങും, ഐസാവാൻ തുടങ്ങും. കാരണം അതിലുള്ള ശുദ്ധജലമാണ്, അതിലിങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഫോണിൻ്റെ ചാർജർ എടുത്തു, ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ പറയാനുണ്ട്, കുഴപ്പമില്ല, പഠിച്ചോ. അപ്പോൾ ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോയിലിംഗ് പോയിന്റ് മനസ്സിലായല്ലോ, ബോയിലിംഗ് പോയിന്റ് കൂടുന്നു ഇത് ചേർക്കുമ്പോൾ. ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, സാധാരണ ഒരു പച്ചവെള്ളം ഞാൻ എടുത്തു, അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അപ്പോൾ 0 ഡിഗ്രി ആകുമ്പോൾ അതെന്താവും, ഐസായി മാറും, ഒരു സംശയമില്ല. പക്ഷേ ഇതുപോലെ ഒരു കണ്ടെയ്നർ ഞാൻ എടുത്തു, പ്യുവർ വെള്ളം എടുത്തു, ഞാൻ എന്താ പറയുക, ഇതിലെന്തിനാ പൊടി വെച്ച്, ഓക്കെ, ഒരു പ്യുവർ വാട്ടർ എടുക്കുക, അതിൽ 0 ഡിഗ്രിക്ക് ആവും. പക്ഷേ ഇതേപോലെ വേറൊന്നും എടുത്തിട്ട് അതിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ചേർക്കുക എന്ന് വിചാരിച്ചോ, അത് ഒരിക്കലും 0 ഡിഗ്രിക്ക് ആവില്ല, ചിലപ്പോൾ -1 ആയിരിക്കും, ചിലപ്പോൾ -2 ഡിഗ്രിയിലൊക്കെ ആയിരിക്കും എന്താ ഉറക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തടാകം, അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, തടാകത്തിൻ്റെ ഉള്ളിൽ ശുദ്ധജലമുള്ള തടാകം പെട്ടെന്ന് ഐസായി പോകും. പക്ഷേ അതേസമയം കടലൊന്നും പെട്ടെന്ന് ഐസായി പോകില്ല, കാരണം കടലിൽ ഉപ്പിൻ്റെ കണ്ടന്റ് ഉണ്ട്, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്, അതുകൊണ്ട് അതാവില്ല. അതേപോലെ ഡിപ്രസിങ് ഫ്രീസിങ് പോയിന്റ്, ബോയിലിംഗ് ആട്ടെ ഞാൻ പറഞ്ഞേ, എന്തായാലും തല തിരിഞ്ഞുവല്ലോ. ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ തണുപ്പിൽ തന്നെ ഉറക്കാൻ തുടങ്ങും, മറ്റേ കടലൊന്നും പെട്ടെന്ന് ഉറക്കില്ല, കാരണം ഡിപ്രസിങ് ഫ്രീസിങ് പോയിന്റ് താഴാൻ തുടങ്ങും, ബോയിലിംഗ് പോയിന്റ് വരാൻ തുടങ്ങും. അതായത് ഈ വെള്ളത്തിൽ നിന്നൊക്കെ ആവി പറക്കണമെങ്കിൽ പെട്ടെന്ന് പോകും, പക്ഷേ കടലിൽ നിന്ന് അത്ര പെട്ടെന്ന് ആവിയായിട്ട് പോകില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. മറ്റു രണ്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആലോചിക്കുക. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു കണ്ടെയ്നർ എടുത്തു, കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് മറച്ചു, എന്നിട്ട് ഈ ഭാഗത്ത് ഞാൻ കുറച്ചധികം സൊല്യൂഷൻ എടുത്തു. ഓക്കെ, സൊല്യൂഷൻ എടുത്തു,
അതായത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്യൂർ ആയിട്ടുള്ള സാധനത്തിൽ അതിലെന്തൊക്കെയോ വോളറ്റൈലോ അങ്ങനത്തെ സംഭവമൊക്കെ ചേർത്തിട്ട് കോൺസെൻട്രേഷൻ കൂട്ടി വെച്ചു. മറ്റേ സൈഡിൽ ഞാൻ പ്യൂർ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തു. ഓക്കെ, അതായത് അതിലൊന്നും ചേർത്തിട്ടില്ല, കോൺസെൻട്രേഷൻ കുറവ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യും. എപ്പം ഈ സംഭവം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലോ നടക്കും. ഓക്കെ, അതായത് എന്ത് സംഭവത്തിലും അങ്ങനെ പൊട്ടൻഷ്യൽ കൂടിയിരുന്ന് കുറഞ്ഞിടത്തേക്ക് പോകും, അതുപോലെ കോൺസെൻട്രേഷൻ കൂടിയിരുന്ന് കുറഞ്ഞിടത്തേക്ക് സഞ്ചാരം നടക്കും. പക്ഷേ ഇനി വിചാരിച്ചോ, ഞാൻ ഇതിപ്പോൾ ഇതെല്ലാം പോട്ടെ, റേസറോടെ. ഓക്കെ, വേറൊരു ഇതുപോലത്തെ കണ്ടെയ്നർ എടുത്തു. ഓക്കെ, അതിൻ്റെ ഒരു സൈഡിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ്, അതിൻ്റെ ഒരു സൈഡിലുള്ളത് ഹൈ കോൺസെൻട്രേഷൻ സൊല്യൂഷൻ. ഓക്കെ, അതിലൊരു കുഴപ്പമില്ല. മറ്റേ സൈഡിലുള്ളത് ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ഒരു സോൾവെൻറ്റ്. ഓക്കെ, പക്ഷേ ഒരു ചെറിയ വ്യത്യാസം, ഇതിൻ്റെ നടുക്ക് ഞാൻ വെറും ഒരു മറ വെച്ചിട്ട് പെട്ടെന്ന് നീക്കല്ല ചെയ്യുന്നത്. നടുക്ക് SPM എന്ന് പറഞ്ഞൊരു സംഭവമുള്ള, SPM എന്ന് പറഞ്ഞാൽ സെമി പെർമിയബിൾ മെംബ്രൈൻ. സെമി പെർമിയബിൾ മെംബ്രൈൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്കൊന്നും പോകണ്ട. ചെറിയ ഫിൽറ്റർ പേപ്പർ ആണെങ്കിൽ നമുക്ക് ചെറിയ ഓട്ടകളിലൂടെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ നടക്കുമെന്ന് പറയാം. എന്ത് അരിപ്പയില്ല അതുപോലെ അങ്ങനത്തെ കാര്യം ചെയ്യുന്നു പറയാം. അതുപോലെ അതിലും ചെറിയതായിട്ട് നാച്ചുറലായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സംഭവമാണ് ഈ SPM എന്ന് പറയുന്നത്, സെമി പെർമിയബിൾ മെംബ്രെയിൻ. പിഗ് ബ്ലാഡർ, പന്നീൻ്റെ എവിടെയുള്ള സംഭവം പിഗ് ബ്ലാഡർ എന്ന് പറഞ്ഞത് അതിനൊക്കെ നാച്ചുറലായിട്ടുള്ള എക്സാമ്പിളാണ്. ഓക്കെ, ഈ സംഭവത്തിൽ എന്താ സംഭവിക്കാമെന്നറിയാം, SPMന് നടക്കുക എന്ന് പറയുന്നത് പ്യുവർ ആയിട്ടുള്ള സോൾവെൻ്റ് ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് സൊല്യൂഷനിലേക്ക് ഇങ്ങനെ ഫ്ലോ ആവും. എന്ത്, ആ സൊല്യൂഷൻ തന്നെ. അതായത് ഇത് സോൾവെൻറ്റ് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോകും. അതായത് ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലോ നടക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു SPMലാണ് ഞാനിത് വെച്ചെങ്കിൽ നടക്കും. ചെറിയ ഓട്ടകൾ കൂടി അത് എന്താ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അതേസമയം ഇതിൽ ഇങ്ങോട്ട് പോകാനും കഴിയില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും അല്ല, അതാണ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്കുള്ള ഫ്ലോ ആണ് ഓസ്മോസിസ്. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലോ നടക്കുകയാണല്ലോ, ഞാനൊരു ചെറിയ പ്രഷറിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളിയെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ചെറിയൊരു പ്രഷറിൽ തള്ളിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഉള്ള പോക്ക് കുറച്ച് കുറയും അല്ലേ, കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് തള്ളിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറയും. പിന്നെ കുറച്ചുകൂടി ശക്തി തള്ളിക്കഴിഞ്ഞാൽ വളരെ നേരിയ തോതിലേ ഫ്ലോ ഉണ്ടാവുള്ളൂ. ഇനി ഞാനൊരു പ്രത്യേക ഫോഴ്സിൽ തള്ളി നിർത്തിയപ്പോൾ ഇങ്ങോട്ട് ഒരു തരത്തിലുള്ള ഫ്ലോവും ഇല്ല. അതായത് ഇങ്ങോട്ട് തള്ളി നിർത്തിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നില്ല, സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല, അതുപോലെ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഇസ് ദ മിനിമം പ്രഷർ ടു ബി അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ് ടു പ്രിവെൻറ്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് നടക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ കൊടുക്കേണ്ടിയിരിക്കുന്ന മിനിമം പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സംഭവം റൂം ടെമ്പറേച്ചറിലാണെന്നൊക്കെ കുറേ പോയിന്റ് പറയുന്നുണ്ട്. ഇതൊന്നും അധികം പഠിക്കണമെന്നില്ല, അതൊന്നും അത്ര പ്രധാനമുള്ള കാര്യമല്ല. ഓക്കെ, അത് ഞാൻ വെട്ടിയിട്ടേക്കാം. ശരി, ഓക്കെ. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ ആ സംഭവം ഇപ്പോൾ പഠിക്കുന്ന അത്ര നല്ല കാര്യമല്ല. പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോവാം, അത്ര സമയമുള്ളൂ. ഇനി ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക്, ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഐസോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള സംഭവം. ഓരോ സൊല്യൂഷൻ ഓരോ തരത്തിലായിരിക്കും. അതായത് ഉപ്പ് വെള്ളം പഞ്ചാര വെള്ളം എടുത്ത് വാങ്ങിച്ചോ, ഉപ്പുവെള്ളം പഞ്ചാര ഒരുമിച്ചല്ല, ഒരു സൈഡിൽ ഉപ്പ് വെള്ളം ഒരു സൈഡിൽ പ്യുവർ വാട്ടർ. അങ്ങനെയാണ് ഇവിടെ ഞാൻ ഓസ്മോസിസ് തടയാൻ കൊടുക്കേണ്ടതായിരിക്കില്ല. മറ്റൊരെണ്ണത്തിൽ ഞാൻ പഞ്ചാര വെള്ളം ഇവിടെയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. ഓരോന്നിൻ്റെ ഇവിടെ മാറുന്ന സൊല്യൂഷൻ അനുസരിച്ച് ആ ഓസ്മോട്ടിക് പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. അതൊരു ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയാണ്, അതിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഐസോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 0.9 NCl സൊല്യൂഷൻ ഐസോട്ടോണിക് ഹ്യൂമൻ ബ്ലഡും ഇതും ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചോ, രണ്ടിതിൽ. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങോട്ടും ഇവിടെ നിങ്ങോട്ടും ഫ്ലോ നടക്കൂല, കാരണം അത് ഐസോട്ടോണിക് ആണ്. ഒരേ ടോണിക് എന്ന് ഓർക്കണ്ട, ഒരേ തരത്തിലുള്ള പ്രഷർ. ഓക്കെ, അതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും ഹൈപ്പർട്ടോണിക് ആദ്യം പറയാം. ഹൈപ്പർട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണത്തിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ മറ്റൊന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ, അങ്ങനെയുള്ള കേസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ കൂടുതലുള്ളതിനെ ഹൈപ്പർട്ടോണിക് എന്ന് പറയും. കുറവുള്ളവരുടെ ഉണ്ടാവില്ല മറ്റേത്, അതിനെ ഹൈപ്പോട്ടോണിക് എന്ന് പറയും. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ, കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളതിനെ ഹൈപ്പർട്ടോണിക് എന്നും കുറവുള്ളതിനെ ഹൈപ്പോട്ടോണിക് എന്നും പറയുന്നു. മനസ്സിലായി. ഓക്കെ, ഇനി റിവേഴ്സ് ഓസ്മോസിസിലേക്ക് പോകാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംശയങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഇവിടെ ഞാൻ പ്രഷർ കൊടുക്കുമ്പോഴാണല്ലോ നിന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് മിനിമം നിർത്താൻ വേണ്ടി ഞാൻ കൊടുത്ത ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തു. ഇനി അതിനേക്കാൾ കുറച്ച് കൂടുതൽ കൊടുത്താൽ എന്താ ഉണ്ടാവുക? അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഇനീഷ്യലി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഓസ്മോട്ടിക് പ്രഷർ കൊടുത്തപ്പോൾ നിന്നു,
കൂടുതൽ കൊടുത്താൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ നടക്കും. കോൺസെൻട്രേഷൻ കൂടിയ ഹൈയിൽ നിന്ന് എന്താവും ലോയിലേക്ക് അങ്ങനെ ഫ്ലോ നടക്കും. ഇപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാം, ഇവിടെ SP എന്ന് പറഞ്ഞൊരു സംഭവം മറക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഉപ്പുവെള്ളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഉപ്പിൻ്റെ കണികൾക്കൊന്നും ഇവിടെ ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. പ്യുവർ വെള്ളം മാത്രമായിരിക്കും ഇവിടുന്ന് പോവുക. അപ്പോൾ ഇതിന് നല്ല ആപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഇതൊന്ന് എഴുതി വെച്ചേക്കട്ടെ, അല്ലേ മറന്നു പോകും. ഓക്കെ, അതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി ഇവിടെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് വെച്ച് നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് റിവേഴ്സ് ഇഫ് ദ പ്രഷർ ഹയർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈഡ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡ് കൊടുക്കണേ, കാരണം സോൾവെൻറ്റിന് സൊല്യൂഷനിലേക്കാണ് ആദ്യം ഫ്ലോ നടക്കുക. ഓസ്മോട്ടിക് പ്രഷറിനെ നിർത്തി. അപ്പോൾ സൊല്യൂഷൻ സൈഡിൽ എത്ര പ്രഷർ കൂടുതൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇങ്ങോട്ട് പോകും. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ കൊടുക്കുമ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഓസ്മോസിസിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. അപ്പം ഓക്കെ, ദിസ് ഇസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇത് ഉറപ്പിച്ച് പഠിച്ചോ, ചിലപ്പോൾ വൺ വേർഡിനോ അല്ലെങ്കിൽ മൾട്ടി വേർഡിലോ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതിനൊരു ഇത് എന്താണ് ആപ്ലിക്കേഷൻ പറയുക റിവേഴ്സ് ഓസ്മോസിസ് എന്ത് പറയും? സീ വാട്ടർ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. അതായത് ഇങ്ങനെ 2 എണ്ണം എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിൽ നിന്ന്, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിച്ച് പ്യുവർ വെള്ളത്തിന് ഇങ്ങോട്ട് എടുക്കാൻ നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പല വാട്ടർ പ്യൂരിഫയർ ഉണ്ടല്ലോ, അതിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത്, ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട്. NaClയും KCl എടുക്കുമ്പോൾ അത് അബ്നോർമൽ മോളാർ മാസ് കാണിക്കുന്നുണ്ട്. വൈ? അപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ കൂടുതൽ അതിനെ വിശദമായിട്ട് പഠിക്കാനൊരു കാര്യമില്ല. പക്ഷേ അത് ഒന്നെങ്കിൽ ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ വഴിയാണ് നടക്കുന്നതെന്ന് ഓർക്കുക. ഇനി ആസിഡൊക്കെ ആണെങ്കിൽ അത് അസോസിയേഷനാണ്. ഇനി NaCl, Cl, KCl അങ്ങനത്തെ സംഭവങ്ങൾ വേറെ എന്തോ വന്നാലും അതൊക്കെ ഡിസോസിയേഷൻ ആണെന്ന് ഓർക്കുക. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്ത് സംഭവം ചോദിച്ചാലും കുറച്ച് നീട്ടി കുറച്ച് വലുതാക്കി എന്തെങ്കിലുമൊക്കെ എഴുതാൻ നമുക്ക് അറിയണം. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പരീക്ഷയും ജയിക്കാം. ഒന്നും അറിയാത്ത പരീക്ഷയും ജയിക്കാം. സംഭവം എഴുതാൻ അറിഞ്ഞാൽ മതി എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ, എന്തോ ഒരു ഡിസോസിയേഷൻ അസോസിയേഷൻ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഇതിന് ഡിസോസിയേഷൻ സംഭവിക്കുന്നു, അതുവഴി ഇത് കൂടുതൽ അബ്നോർമൽ മോളാർ മാസ് കാണിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ വയ്യങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഉത്തരം അതിൽ തന്നെ ഇല്ലേ? ഉണ്ട്. ഇനി അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് വാൻ ഹോഫ് ഫാക്ടർ I ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. വാൻ ഹോഫ് ഫാക്ടർ I കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യത്തിൽ വന്നു എന്ന് വിചാരിച്ചു, ന്യൂമറിക്കൽ ചോദ്യങ്ങൾ. അപ്പം നോർമൽ മോളാർ മാസ് വരുമ്പോൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് ചെയ്യുക. ഓക്കെ, ഈ സംഭവം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഓർക്കാൻ കഴിയുമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ നോട്ട് ഞാൻ അയച്ചുതരാം. ഈ നോട്ടിൽ ഈ പറഞ്ഞ സംഭവമൊക്കെ എന്താക്കുക, നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ ഒരു സംഭവം വിടണ്ട. ആകെ ഇത്ര പേജേ ഉള്ളൂ. ഇത് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് 5 പേജുള്ള ഒരു ഒറ്റ ചാപ്റ്ററാണ്. അപ്പോൾ ഒറ്റ ചാപ്റ്ററിൽ ഇനി വരുന്നുണ്ടാവും. നിങ്ങൾ ഇതെന്താക്കുക, ഇത് ഉറപ്പിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ എഴുതാനുള്ള കുറച്ച് ടെക്നിക്ക് പറഞ്ഞ പോലെ വെറുതെ എങ്ങനെ എന്താണോ എഴുതുന്നത് അത് കുറച്ച് നീട്ടി അങ്ങ് എഴുതുക. അറിയുന്ന കാര്യങ്ങൾ നന്നായിട്ട് എഴുതുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ, അപ്പം താങ്ക് യു. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.